ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 24 അധ്യായം 4 വാക്യം. ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു, ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു എന്നുള്ള ഒരു വചനമാണ്. സാധുക്കളായ, അറിവില്ലാത്തവരായ, പാവങ്ങളായ ആളുകളെ വഴിതെറ്റിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന, നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് ഈ വാക്യം ഓർപ്പിച്ചിട്ടുള്ളത്. ആവർത്തന പുസ്തകം 27 അധ്യായത്തിൻ്റെ 18 വാക്യം വായിക്കുമ്പോൾ കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഓർപ്പിക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്തവനെ എത്തേണ്ട ഇടത്ത് എത്തിക്കാമെന്ന് പറഞ്ഞ് അവനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് ആ വാക്യം ഓർപ്പിച്ചു പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അതിൻ്റെ 12 വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത്, സ്ത്രീകൾ അവരെ വാഴുന്നു, എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു എന്നോർപ്പിക്കുകയാണ്. എന്താണ് ആ വാക്യം ഓർപ്പിക്കുന്നത്? ലക്ഷ്യബോധത്തോടുകൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന, അവൻ എത്തിച്ചേരേണ്ട ഇടത്ത് എത്തിക്കാതിരിക്കുന്ന, അവരൊരു മറ്റൊരു ദിശയിൽ എത്തിക്കുന്ന ആളുകൾ ഉണ്ടെന്നും ആ ചിന്തയോടുകൂടി മാത്രമേ നമ്മെ വഴി നടത്തുന്നവരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ഓർപ്പിച്ചുണർത്തുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ 28 അധ്യായത്തിൻ്റെ 10 വാക്യം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് ഇങ്ങനെയാണ്: നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും, നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും എന്നാണ്. എത്തിക്കാമെന്ന് പറഞ്ഞ് ദുഷ്ടതയിലേക്കും തിന്മയിലേക്കും നാശത്തിലേക്കും നഷ്ടത്തിലേക്കും തള്ളിവിട്ടിട്ട് സന്തോഷത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു സമൂഹം ഈ ലോകത്തുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അവർ തന്നെ തെറ്റായ ദിശയിലെത്തിയിട്ട് അവർ നാശത്തിലേക്ക് നടന്നു പോകുവാൻ ഇടയാകുമെന്ന് ഓർപ്പിക്കുമ്പോൾ, നിഷ്കളങ്കരായിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് അവർ നന്മ മാത്രമേ അവകാശമാക്കുകയുള്ളെന്നും ഓർപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൃത്യമായി വഴി അറിയാതെ നാം മറ്റുള്ളവരെ വഴി നടത്തുവാൻ ഉത്സാഹിക്കരുത്. വഴി കാട്ടുന്ന നാം അവരെ തെറ്റായ ദിശയിൽ എത്തിക്കുകയല്ല, അവരെ നന്മയുടെ പട്ടണത്തിൽ എത്തിക്കുവാൻ കഴിയുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ
നമുക്കും നന്മ പ്രാപിപ്പാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം വഴി തെറ്റിക്കുന്നവരായിട്ടല്ല, വഴി കാട്ടുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവരെ നാശത്തിലേക്കും അകൃത്യത്തിലേക്കും തള്ളിവിടുന്ന വഴികാട്ടികളായി തീരാതെ നേരായ വഴികളിലേക്ക് ജനത്തെ നയിക്കുന്ന ഒരു വഴികാട്ടിയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.